ഹലോ ഗായ് ഹലോ ഗായ്സ്, അത് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കളിക്കാൻ പോകുന്നത് മറ്റേ ഇന്ത്യൻ ബൈക്സ് 3D ആണ് ഗൈസ്. നമുക്കൊരു പരിപാടിയില്ല ഗൈസ്. നമുക്ക് പരിപാടി വെച്ചാൽ നമ്മൾ ഈ വണ്ടി നമുക്ക് വിൽക്കാം, എന്നിട്ട് വേറൊരു വണ്ടി വാങ്ങാം. കുറച്ച് പൈസ കൊടുക്കണം, അത് പൊട്ടിക്കണം, കുറച്ചും കൂടി കുറച്ച് പൈസ പൊട്ടിക്കണം, എന്നിട്ട് ഇത് കൂട്ടിയിട്ട് വിൽക്കാം. ചെറിയ ലാഗ് ഉണ്ടാവും ഗൈസ്, അത് കൂട്ടണ്ട. നമ്മുടെ ഒരു ഡ്രസ്സ് പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പൈസ വാങ്ങിട്ട് ഇത് നമുക്കാണ് ഗൈസ്. ഗൈസ് നമ്മളിപ്പം റെഡി ആയിട്ടുണ്ട് ഗൈസ്. റെഡി ആയിട്ടുണ്ട്, ഫുള്ള് പൈസയാണ് ഗൈസ്. അതിന് ഫുള്ള് പൈസയാണ്. നമുക്ക് പോവാല്ലേ എൻ്റെ അടുക്ക്. പിന്നെ നമ്മൾ എന്താ ഫോണിൽ കുറച്ച് പൈസ ഉണ്ട്. നമ്മൾ ഒരു വീട് നമുക്ക് വാങ്ങിയാൽ വരിക്കുന്നുണ്ട്, ചോദിച്ചു നോക്കട്ടെ മറ്റേ അയാളോട്. അയ്യോ പറഞ്ഞോളൂ, വിളിച്ചോക്കണ്ട, അയാൾ എന്തെല്ലാം കൊണ്ട് വിളിച്ചോക്കട്ട്. വിളിച്ചു നോക്കിയിട്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് വിളിച്ചോക്കിട്ടാന്ന് വെച്ചാൽ വീടുണ്ട്, അതിന് കുറച്ച് പൈസ കൂട്ടും. പിന്നെ കാറ് റെഡിയാണ്, അതൊന്നും പഠിക്കാനില്ല, പൈസ വന്നാൽ പറഞ്ഞിട്ടുണ്ട്. വീട് കാണിച്ചു തരാൻ വേണ്ടിക്കാന്ന് തോന്നുന്നത്. ഞാൻ ഫസ്റ്റ് കാറ് വാങ്ങാൻ പോവാ. ബീച്ച് സൈഡിൻ്റെ അടുത്താണെന്നല്ലോ കാറിൻ്റെ സ്ഥലം. നമുക്ക് പോവാ. വണ്ടിയുടെ നല്ല വണ്ടികൾ തന്നെ, പക്ഷേ ഇതിൻ്റെ മുമ്പ് കാണാനൊക്കെ അത്ര രസൂല. ഉണ്ടോ ഒരു വണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ഏത് വണ്ടി അറിയില്ല, രസൂല വണ്ടിയാന്ന് പറയുന്നുണ്ട്. നല്ല ഫാസ്റ്റ് ഉണ്ട് ഐസി വണ്ടിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. നല്ല സീനറി പോവും. ഡ്രിഫ്റ്റിലാണ്, ഡ്രിഫ്റ്റർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു. ഇതിലേക്കൂടി ഉണ്ടോ? ഇതിലേക്കൂടി ഗൈസ്. പിന്നീട് കാര്യം പറഞ്ഞ വെച്ചാൽ എന്നെ വിളിച്ചിരുന്നു. എൻ്റെ വിളിച്ചിട്ട് പറഞ്ഞ വെച്ചാൽ ഞാനാടെ ഉണ്ടാവില്ലല്ലോ, സോറി ഓനാടെ ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് നമ്മളിപ്പം നമ്മളവിടെ വണ്ടി ഉണ്ടാവും. അവിടെ ഈ പൈസ ബാങ്കിൽ ഇട്ടുകൊടുത്താൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക്. അല്ലെങ്കിൽ അതും പ്രശ്നമില്ല, വേണമെങ്കിൽ ഇവിടെയല്ല അപ്പുറത്തുനിന്ന് ബാങ്കിൽ ഇട്ടുകൊടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. ഇവിടെ എത്താനായിട്ടുണ്ട് ഗൈസ്. നമുക്ക് പോയി നോക്കാം. എന്നാലും അറിയില്ല, അതെന്തോ എൻഡോവർ അങ്ങനെന്തോ വണ്ടിയാണ് ഒന്ന് നോക്കി നോക്കാം. സാറിൻ്റെ വണ്ടിയാണെന്തല്ലോ, ഇതന്നെയാ ഗൈസ്. ഇതല്ലേ എൻഡോവറിൻ്റെ എൻഡോവറിൻ്റെ ഏതൊരു സാധനം. കളർ വേണമെങ്കിൽ മാറ്റാം നമുക്ക്, വരുമ്പോഴേ നമുക്ക് ചെയ്യാം. കറങ്ങട്ട് ഒന്ന് വിളിച്ചു പറയട്ടെ, വിളിച്ചെന്താണോ ഗൈസ്. വിളിച്ചിട്ടുണ്ട് ഗൈസ്. വിളിച്ചു പറഞ്ഞാൽ അവിടെ വണ്ടിയുടെ വെച്ച് നമ്മൾ പോയിട്ട് എടുത്തോളൂ. അതിനൊരു എത്ര ലക്ഷം ഇപ്പോൾ ഇട്ടില്ല, നമ്മൾ 10 ലക്ഷം ഇപ്പോൾ ഒക്കെ വാങ്ങിയ വണ്ടി. അത് ഒരു 8-8.5 കിട്ടും. ബാക്കി ഇതിന് വെച്ചാൽ ഇപ്പോൾ 15 ലക്ഷം. ബാക്കി പൈസ അയച്ചാൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ നമുക്ക് നോക്കുമ്പം ഏതാണ് ഇന്ത്യൻ വെസ്റ്റീൻ്റെ അങ്ങനെയാണ്. ഇന്ത്യയുടെ അങ്ങനെ സംഭവം അത്രയില്ല, ഓൻ പ്രശ്നമില്ല. നമുക്കെന്ത് പരിപാടി, നമുക്ക് നേരെ പോവാം. നമ്മളെ വീട് നോക്കാൻ പോവാം. ഇത് മറ്റേ വണ്ടിയല്ല, എൻ്റെ അങ്ങനത്തെ കുറേ വണ്ടി ഉണ്ടല്ലോടാ. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇങ്ങനെ വരലില്ലല്ലോ, കുറേ നാൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നേ. പണ്ട് ഞാനിങ്ങോട്ട് ഇവിടെ അങ്ങനെ കളിക്കലുണ്ടായിരുന്നു, ഇത് കളിക്കലുണ്ട്. പക്ഷെ ഇപ്പം എല്ലാവരും ഇത് ഇങ്ങനത്തെ കളിച്ചിട്ട് ഇടുന്നതുകൊണ്ട് അമ്മ ഞാൻ കളിച്ചിട്ട് ഇടാന്ന് വിചാരിച്ചതാണ്. ഏതാടാ നമുക്ക് നേരെല്ലാം ഉണ്ട്, നേരെ പോകണം. കുറച്ച് കൺട്രോൾ തെറ്റും കുഴപ്പമാണ്. നമുക്ക് ഓടിച്ചോടി ശീലമാകുമ്പോൾ ആയിരിക്കും. പിന്നെ ഇങ്ങനെ വണ്ടിയെല്ലാം വന്നാൽ പിന്നെ നമ്മളെന്താക്കണ്ട്. ഓ മൈ ഗോഡ് എടാ എൻ്റെ പോയാ അവിടെ കിട്ടി.
ഞാനാവുന്നുണ്ട് ഇവിടെ എന്ത് കഷ്ടം, ഇത്ര കഷ്ടപ്പെട്ടിരിക്കും. നമുക്ക് നമ്മൾ വീട്ടിൽ പോയിട്ട് ശരിയാക്കാം ഗൈസ്. എടാ ഇങ്ങോട്ട് വണ്ടിയിൽ തന്നെ സകലമായ സംഭവങ്ങളെല്ലാം പോയിട്ടുണ്ട് ഗൈസ്. നേരെ വീട്ടിലേക്ക് വേണ്ട എന്താ പറഞ്ഞ ഒച്ചിനെപ്പോലെ കളി വണ്ടി എടുത്തിട്ട് ഒച്ച നമുക്ക് വണ്ടിയിൽ ഗാരാജ് കയറ്റിയിട്ട് നമുക്ക് ശരിയാക്കാം, വണ്ടി എടുപ്പിക്കാം. നമുക്കൊരു ഗാരാജുണ്ട്, പിന്നെ പെയിൻറ്റിങ് ഗാരാജുണ്ട്, പിന്നെ റിപ്പയറിങ് ഗാരാജുണ്ട്. നമുക്ക് പിന്നെ എന്ത് കാണാം ഗൈസ്. വണ്ടി ഇറക്കിയിട്ടുണ്ട്, നമ്മൾ വൈറ്റ് പെയിൻറ്റിൽ അടിച്ചിട്ടുണ്ട്. പാർസൽ അവിടെ തന്നെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമുക്കങ്ങനെ വീട് കാണാൻ പോവാം. വീടിൻ്റെ ലൊക്കേഷൻ ആയിട്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ വീടല്ല കുറച്ചും കൂടി സെറ്റപ്പായി തോന്നുന്നു. നിങ്ങൾ എന്താ പറയുന്നത്? നമുക്ക് ആ വീട് നോക്കാൻ പോവാം. എന്തെയും ഏത് വീടാണ് നല്ലത് നോക്കിയിട്ട് നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. നിങ്ങൾ അഭിപ്രായം പറയണം ഗൈസ് കമൻറ്റിൽ. നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും ലൈക്ക് അടിക്കണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കണ്ടന്റ് ഇടാൻ പറ്റും. ബ്രേക്ക് പിടിച്ചാൽ കിട്ടുന്നതാ ആ പ്രശ്നം. പിന്നെ മറ്റേ വണ്ടി എടുത്തോണ്ടി ഭയങ്കര പാടാണ് ഗൈസ്. ഭയങ്കര പടി. അവിടെ എവിടെയോ അങ്ങനെ കാണിക്കുന്ന സ്ഥലം നമുക്ക് ഒന്ന് പണിയെടുത്ത് എത്തിച്ചേരൂടാ. അന്നത്തേക്ക് പറ്റി, അതിനൊന്നും പറ്റിയില്ല. രണ്ട് അതിൻ്റെ പ്രശ്നമില്ല. നമ്മളെ കൂടെ ഓക്കെ അടയല്ല ഇത് വെല്ലാൻ സാധനമല്ല. ഇതൊന്നും നമുക്ക് വാങ്ങണ. അവിടെ രണ്ട് ഒരേപോലത്തെ വണ്ടിയാണ്. ഇതിലല്ല അത്. നമുക്കൊന്ന് ഇപ്പം വരാം. നമുക്കൊന്ന് പോയി നോക്കാം ഫുള്ളായിട്ട്. സ്വിമ്മിങ് പൂൾ കാണാക്കൂട്ട്. അയ്യേ കാലിൻ്റെ അത്ര ഇല്ലല്ലേ. ഇതെല്ലാം ആരും വാങ്ങോ? സ്വിമ്മിങ് പൂളില്ല. ഡോറ് പോലത്തെ ഡോറുണ്ടാവും. നമുക്ക് അങ്ങോട്ട് അടക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് കയറാൻ പറ്റും. അതേപോലെ തന്നെ അത് സെറ്റായി നമ്മൾ ഇതൊരു നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തൊന്ന് കാലിൽ വെക്കുന്നു. ഇതിനെ കുറ്റമല്ലേ, തെറ്റാണ്. ഇത് തുറന്നു വെക്കുന്നത് ഇങ്ങനെ അടക്കാൻ പറ്റുമോ ചോദിച്ചോക്കണം. അടക്കാൻ പറ്റുമായിരിക്കും. അവിടെ കയറി ഇതൊരു പിടി വെക്കണം ഗൈസ്. അല്ല ഇതന്നെ പ്രശ്നം. ചോര പോയി. അവിടെ എങ്ങോട്ട് ഇടിക്കലുണ്ട്. ഇടിക്കുകയല്ല വേണ്ടത്. കയറി ഇങ്ങോട്ട് എന്താ തുള്ളി നോക്കിയേക്കാ. ഇവിടെ ഇങ്ങനത്തെ ഒരു നീണ്ട ഏരിയ. അവിടെ നമുക്ക് നോക്കുമ്പോൾ ആൾക്കാരെ നടക്കുന്ന കാണാൻ പറ്റും. നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂളായ സ്ഥലവും ഇവിടെ നമ്മൾ കിടക്കാം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഒരു ഫാനുണ്ട് ഗൈസ്. ഇവിടെ TV. എത്രയുള്ളൂ. AC ഓണാക്കി വെച്ചിട്ടല്ലേ. ഇത് തെറ്റല്ലേ. AC ഓണാക്കാൻ പാടണ്ട. ഓണാക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കാം. നിങ്ങളുടെ അഭിപ്രായമാണ്. നമുക്കിത് വാങ്ങണോ? രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനത് അത് വാങ്ങണോ അല്ലെങ്കിൽ ഇതിന് പോകണം. വീടും കുറച്ച് മഴയുണ്ട്. ഇതാണ് ഈ സെറ്റപ്പ് വീടല്ലേ. എനിക്ക് ഞാൻ വിളിച്ചു നോക്കട്ടെ എത്ര പൈസ കൊടുക്കുന്നത്. അതിന് വേണ്ടിയാണ് ഞാൻ വണ്ടി എടുത്ത് പോലെ. അത് പറഞ്ഞു വെച്ചാൽ അതും 10 ലക്ഷം. 10 ലക്ഷം നമ്മുടെ അടുത്തില്ല. ലോണിലാക്കാം.
പക്ഷേ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് ഈ വീട്ടിലേക്ക് പോവാം. പിന്നെ കാരണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റ് ചെയ്ത് അടിക്കേണ്ട കൂടി പറ. ഇതാണ് കാര്യം നമ്മുടെ വീട് സെറ്റപ്പാണ്. ഈ വീടാണോ വേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ പണ്ടത്തെ വീടാണോ വേണ്ടത്, അല്ലെങ്കിൽ വെറുതെ ഇടക്കിടക്കെല്ലാം പോയി നിൽക്കാൻ വേണ്ടിക്ക് ചെറിയൊരു വീടുകളെ നമ്മളിത് വാങ്ങണോ അയാളെ ചോദിക്കണം. എല്ലാം പറയണം ഗൈസ്. പിന്നെ ഇവിടെ നമ്മളെ പണ്ടത്തെ നമ്മളെ വീടുണ്ടേനി പണ്ടേ ഏതാണ് ഗൈസ് നമ്മൾ മറന്നിട്ടുണ്ട്. അല്ല മാറി നമ്മളിപ്പോൾ പണക്കാരായില്ലേ. പണക്കാർ പാവപ്പെട്ടാർ ജീവിക്കും, പണക്കാരനാണ് ജീവിക്കും. നല്ല മറക്കാൻ പാടില്ല, വന്ന വഴി മറക്കാൻ പാടില്ല എന്നല്ലല്ലോ, സോറി ആണല്ലോ പറയരുത്. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ മറ്റേ വീട് നമ്മളെ? അങ്ങോട്ടോ അവിടെ അങ്ങോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു വേറെ അങ്ങോട്ട്. എവിടെ നമ്മളെ വീടുണ്ടായത്? ഇവിടെ വീടുണ്ടായിന്. എവിടെയോ വീടുണ്ടേ. ഏതാ വീട്? ആ വീട് കിട്ടി. അതിനുശേഷം നമ്മൾ ഈ വീട്ടിലേക്ക് മാറി, നമ്മൾ താമസം മാറി. അവിടുന്ന് ഇവിടത്തേക്ക് മാറി. ഇപ്പം ഇവിടുന്ന് നമ്മൾ അവിടത്തേക്ക് മാറി, മറ്റേ വീട്ടിലേക്ക്. ഇതൊന്നും മറക്കാനുള്ള വയസ്സ് നമ്മളാ. പക്ഷെ ഈ വീട് നമ്മളിപ്പം വിറ്റിട്ടൊന്നുമില്ല, നമ്മളുണ്ട്. നമ്മൾ അങ്ങനെ പോയി പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോക്ക്. അതുപോലെ വണ്ടി വാങ്ങിയിട്ടുണ്ട്. മറ്റേ വണ്ടി അവരെ എടുക്കും. പെട്രോൾ അടിച്ചിട്ട് പെട്രോൾ അടിച്ചാണ് പോയി. ഇവിടെ നമ്മളെ വീടുണ്ടായിനി. കുറെ നാളായിയേ ഇവിടത്തേക്ക്. ഇവിടെ ഒന്നും കുറെ നാളായി നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇവിടുത്തെ ട്രെയിനാണ് മാറ്റിയെടുത്തിട്ട് മാറ്റിനി. മുന്നേ ഒന്ന് മാറി. ഇവിടെ നമ്മളെ കാറിനെ ഇങ്ങനത്തെ കാറിനും ഉണ്ടല്ലോ എടാ. ഏതെങ്കിലും കാർ ഇല്ലാത്തുണ്ടോ എടാ? ബുഗാട്ടി ഉണ്ട്. എൻ്റെ പൊന്നോ മോനെ എടാ ജസ്റ്റ്ടാ. ഇവിടെ പോലെ ബിൽഡിങ്ങനെ വന്നിട്ടുണ്ട്. ആ വീടെല്ലാം അവിടെ വെറും എന്തൊക്കെയോ ബിൽഡിങ്ങനെ ഉണ്ടായില്ല, അതിനെ മാറ്റി ആ വീട് വന്നിട്ട് തോന്നുകടാ. നമ്മളെ വീട് വന്നിട്ടുണ്ട്. നമുക്ക് പോവാം. പറഞ്ഞോളൂ, ഇത് മറ്റേ വീടല്ലേ? പറഞ്ഞ നമ്മളെ വീട് എവിടെ ഉണ്ടായി? ഏത് ഭാഗത്താണ് നമ്മളെ വീട്? ഞാൻ കുറേ എന്ത് കറങ്ങും. അവിടെ പെട്രോൾ അടിച്ചിട്ട് ഞാൻ ആ പെട്രോൾ അടിച്ച് ഇങ്ങോട്ട് കറങ്ങണേ. ഇവിടെ ഇവിടെയാണ് ഇതില്ലേ നമ്മളെ വീട്. നമുക്കറിയാണ്ടിക്കോ. പിന്നെ നമ്മൾ വെറുതെ പറഞ്ഞല്ലേ. ഇപ്പൊ തട്ടിക്കൊണ്ട് പോയ ആളായിപ്പോയിനി. അത് കണ്ടില്ല നിങ്ങൾ? ഇത് കണ്ടില്ല? അത് അവിടെ ഏതത് വന്നിന് തട്ടി എൻ്റെ ഇതിലേക്ക് ഒറ്റ മുകലി. ഇതിലേക്ക് കൂടി കയറ്റാം. എൻ്റെ റെഡിയാക്കാനുണ്ട്. സെറ്റായി കേട്ടോ. വന്നിട്ട് കയറി ഇവിടെ വെക്കാം. ഇവിടെ വണ്ടി വെക്കാം. റോഡ് ശരിയാക്കിട്ട് അല്ലെ നമുക്കൊന്ന് അങ്ങോട്ട് എടുക്കാല്ലേ. അത്ര പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ തുറക്കൊന്നുമില്ല. അല്ലെ വേണ്ട, ഇപ്പം വേണ്ട. പൈസ സമയമാണ്. മാറി വണ്ടി എടുക്കണേ. നിങ്ങൾ പറയണം ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം. ഇറ്റേ കൊണ്ട് വണ്ടി ഈ പൈസ കൊടുക്കണ്ടേ? നമുക്ക് പറ്റിച്ചയാളാ. അയാൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരാളാണ്. ഇടിക്കാനും കഴിയൂല. അവിടെ മോനെ
ഗൈസ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്ന ഗൈസ് ഇവിടെ കുടുങ്ങിപ്പോയി. പിന്നെ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും, അല്ലാതെ നടക്കൂല. ഇപ്പം കുടുങ്ങിപ്പോയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ നിർത്തലായി. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.